ശ്രീ പത്മനാഭൻ, ഇത് ചെങ്കോട്ടയിൽ വലിയ വിള്ളലോ എന്ന വലിയ ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള അവലോകന റിപ്പോർട്ടിൽ CPM കൃത്യമായി ഈ ആശങ്ക പങ്കുവെച്ചുകൊണ്ടുള്ള പ്രവർത്തന റിപ്പോർട്ടാണ് കീഴ്ഘടകങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ കൊടുത്തത്. അവിടെ പറഞ്ഞത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തവണ BJPയിലേക്ക് വലിയ വോട്ട് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് CPMന്റെ അടിസ്ഥാന വോട്ട് ബാങ്ക്, അടിസ്ഥാന വോട്ടുകളിലാണ് ഈ വലിയ കടപുഴക്കം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് CPMന്റെ ആശങ്കയെ നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത്? അല്ല, ഇതില് CPMന്റെ ആശങ്ക അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഈ ബേജാറിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അത് പ്രധാനമായും പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ പരാജയമാണ്. ഇപ്പൊ നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ എന്താ സംഭവിച്ചത്. പശ്ചിമ ബംഗാളിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അത് തൃണമൂൽ കോൺഗ്രസ് ആയി മാറി. അതായത് കോൺഗ്രസ്സുകാരിൽ 90% തൃണമൂൽ കോൺഗ്രസ് ആയി. അതോടൊപ്പം സംഭവിച്ചത് 2011 ശേഷം പതുക്കെ CPM അണികളും അവരുടെ പ്രാദേശിക നേതാക്കന്മാരും BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. കുറച്ചാളുകൾ തൃണമൂൽ കോൺഗ്രസിലേക്കും പോയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ, പശ്ചിമ ബംഗാളിൽ ഒരു 45-43% വോട്ടോട് കൂടി തൃണമൂൽ കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു 37 മുതൽ 40 വരെ വോട്ട് വാങ്ങി BJP രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ്. മറുഭാഗത്ത് CPMും കോൺഗ്രസും ചേർന്ന് സഖ്യമുണ്ടാക്കിയിട്ടും അവർക്ക് 10% വോട്ട് പോലും നേടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? CPMന്റെ അണികളും പ്രവർത്തകരും നേതാക്കന്മാരും വലിയ ഒരു പരിധി വരെ ഭാരതീയ ജനതാ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി. ഇത് തന്നെയാണ് ത്രിപുരയിലും സംഭവിച്ചിട്ടുള്ളത്. ത്രിപുരയിൽ CPMനെ 25 കൊല്ലക്കാലം തുടർച്ചയായി ഭരിച്ചതിന് ശേഷം 2018 ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ അവിടെ CPM പരാജയപ്പെട്ടു, BJP വിജയിച്ചു. അത് കേവലം 1.5% വോട്ട് മാത്രം 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച BJP 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ അധികാരത്തിൽ വരികയാണ്, 40%-ലധികം വോട്ട് നേടിക്കൊണ്ട്. അത് തുടർച്ചയായി വീണ്ടും ആ വിജയം ആവർത്തിക്കുന്നു. 2023 BJP ഭരണം നിലനിർത്തി. 2019 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിലെ 2 സീറ്റിലും BJP വിജയിച്ചു. അപ്പോൾ ഇത് കേരളത്തിൽ ആവർത്തിക്കുന്നുണ്ടോ എന്ന ഒരു ബേജാറ് CPMന് വന്നിട്ടുണ്ട്. അതിന് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചില നിയോജക മണ്ഡലങ്ങളുടെ പേര് പറയാം. ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശ്ശൂര് പോലുള്ള മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിൽ CPMന്റെ വോട്ടിൽ വല്ലാത്ത ചോർച്ചയുണ്ടായിട്ടുണ്ട്, ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ വല്ലാത്ത ചോർച്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ആറ്റിങ്ങലിൽ CPMന് 3,27,000 വോട്ട്, കോൺഗ്രസിന് 3,28,000 വോട്ട്, BJPക്ക് 3,11,000 വോട്ട് കിട്ടി. ആലപ്പുഴയിൽ BJPക്ക് 3,00,400 വോട്ടിന്റെ കുറവേ ഉള്ളൂ. അപ്പൊ ഇത് തെക്കൻ കേരളത്തിൽ വളരെ പ്രകടമാണെങ്കിൽ വടക്കൻ കേരളത്തിലും ഇത് മോശമല്ലാത്ത രീതിയിൽ ചില പ്രദേശങ്ങളിൽ, ചില ഗ്രാമങ്ങളിൽ, പാർട്ടി ഗ്രാമങ്ങളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഇവര് തന്നെ പറഞ്ഞ ചില പാർട്ടി ഗ്രാമങ്ങളുണ്ട്. കണ്ണൂർ ജില്ലയിലെ പിണറായി, കരിവള്ളൂർ എന്നൊക്കെ പറയുന്ന ഗ്രാമങ്ങൾ. അവിടെ മറ്റു പാർട്ടിക്കാർക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ സ്വല്പം മാറിയിട്ടുണ്ട്. ആ ഒരു സ്വഭാവം അവസാനിപ്പിച്ചതിന്റെ ഫലമായി രാഷ്ട്രീയ രംഗത്ത്, പ്രവർത്തന രംഗത്ത് ശാന്തിയും സമാധാനവും ഉണ്ട് കണ്ണൂർ ജില്ലയിൽ. അവിടെ ആർക്കും ഏത് മേഖലയിലും കയറി ചെന്ന് രാഷ്ട്രീയ പ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി ജനങ്ങളിൽ ഉണ്ടായ മാറ്റം ഇപ്പൊ പ്രകടമാണ്. പല ഗ്രാമങ്ങളിലും BJPക്ക് അനുകൂലമായി വോട്ടുകൾ പ്രതീക്ഷിക്കാത്ത എണ്ണത്തിൽ വീഴുന്നുണ്ട്. അപ്പൊ ഇത് CPM കാണുന്നത് ബംഗാളിന്റെയും ത്രിപുരന്റെയും വഴിക്ക് പോകുമോ എന്നൊരു ബേജാർ അവർക്കുണ്ട്. അതാണ് അവരുടെ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും ഇപ്പോൾ പാർട്ടി കണ്ണൂർ ജില്ലാ സമ്മേളനങ്ങളിലെ ചർച്ചയിലും ഒക്കെ തെളിഞ്ഞു കാണുന്നത്. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. വരുന്ന നാളുകളിൽ ഇത് തടയാൻ CPM വലിയ തോതിൽ ശ്രമം നടത്തും. പക്ഷെ ഞങ്ങൾക്കാകെയുള്ള ഒരു ആശങ്ക,
80കളിലും 90കളിലും സംഭവിച്ചതുപോലെ അക്രമ രാഷ്ട്രീയം ഇതിന്റെ പേരിൽ നടക്കരുത് എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആർക്കും എവിടെയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം, ആർക്കും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ പല പാർട്ടി ഗ്രാമങ്ങളിലും അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായത്. ഇന്നത് മാറിയിട്ടുണ്ട്. കാരണം പുതിയ തലമുറയ്ക്ക് അതിലൊന്നും താല്പര്യമില്ല. അവര് ഇന്റർനെറ്റിന്റെ യുഗത്തിൽ ജീവിക്കുന്നവരാണ്, ലോകം മനസ്സിലാക്കുന്നവരാണ്, ഇന്ത്യയിൽ നടക്കുന്നത് എന്താന്ന് മനസ്സിലാക്കുന്നവരാണ്. അപ്പൊ അവര് മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.